ഇതിൽ എന്റെ ചോദ്യം ഇപ്പോഴും ഉയർന്നു നിൽക്കുകയാണ് ശ്രീ അജിം ഷാ. ഞാൻ ശ്രീ റെജിയോട് ചോദിച്ചത്, റെജിയുടെ ഊഴം വരുമ്പോ പറയേണ്ടത് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയെ സംബന്ധിച്ച് കോൺഗ്രസിന് എതിർപ്പുണ്ട്, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറയുകയാണല്ലോ. PMCയുടെ നിലപാടാണ് ഞാൻ ചോദിച്ചത്. PMCയുടെ കാര്യത്തിൽ PMCക്കകത്ത് ഇന്ത്യ രാജ്യത്തെ BJP അത് നടപ്പിലാക്കുന്നതിനോട് കോൺഗ്രസിന് യോജിപ്പുണ്ടോ? ഇതാണ് എന്റെ ക്വസ്റ്റ്യൻ. അതാ ഒന്നും കൂടി ക്ലാരിറ്റി. അതാണ് ഞാൻ ചോദിക്കാനും പറയാനും ശ്രമിച്ചു, പക്ഷെ അദ്ദേഹം പറഞ്ഞില്ല. ഞാൻ ഒരു സെക്കൻഡ് എടുത്ത് ഇതാണ്ട ബി റജി, ഡോക്ടർ ഗോവൻ ഷാർപ്പായി ചോദിക്കുന്നു, അതിന് മാത്രം ഉത്തരം പറയണം. ഇത് അദ്ദേഹത്തിന്റെ സമയമാണ്. താങ്കൾ PMCയിൽ കോൺഗ്രസിന്റെ നിലപാട് അറിയണ്ടേ? PMC കൊള്ളാവോ കൊള്ളത്തില്ലയോ, വേണോ വേണ്ടയോ? നോക്കൂ, ഞാൻ വളരെ കൃത്യമായി ആ നിലപാട് വ്യക്തമാക്കുകയുണ്ടായി. അതായത് RSSന്റെ വിദ്യാഭ്യാസ അജണ്ട നടപ്പാക്കുവാൻ ധർമ്മേന്ദ്ര പ്രധാൻ ശ്രമിക്കുകയും ആ ധർമ്മേന്ദ്ര പ്രധാനെ വിദ്യാർത്ഥി പ്രക്ഷോഭത്തിന്റെ ഭാഗമായി അദ്ദേഹം ഇപ്പോൾ പുറത്താവുകയും ചെയ്തിരിക്കുന്നു. അപ്പോൾ കേന്ദ്രത്തിൽ വിദ്യാഭ്യാസ നയത്തിൽ ഇനി മാറ്റം വരുന്നു. ഇതിനെ PMCയുടെ കാര്യത്തിൽ മറുപടി ഉണ്ടോ? PMC വേണമോ വേണ്ടയോ? PMCയുടെ കാര്യം പറ. PMC ഇന്ത്യ രാജ്യത്ത് നടപ്പിലാകണോ വേണ്ടയോ? ഉത്തരം കൃത്യമായിട്ട് പറ. വേണമെങ്കിൽ പറയണമെന്ന് പറ, വേണ്ടെങ്കിൽ വേണ്ടെന്ന് പറ. കേന്ദ്ര സർക്കാരിന്റെ അത്തരം നടപടികളെ നഖശികാന്തം കോൺഗ്രസ് എതിർത്തിട്ടുണ്ട്. ഇവിടെ സംസ്ഥാനത്ത് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഒറ്റ കാര്യം അങ്ങോട്ട് ചോദിക്കട്ടെ. അല്ല, ഇതിന് ഞാൻ പറഞ്ഞു, ഞാൻ ഒരു കാര്യം, ഞാൻ ഒരു ചോദ്യം ചോദിക്കുകയാണ്. അജിംഷാദ്, ഞാൻ ഒരു ചോദ്യം ചോദിക്കട്ടെ, ഒരേ ഒരു ചോദ്യം. ഈ UDF സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം PMC ശ്രീ വിഷയത്തിൽ ഏതെങ്കിലും കരാറിൽ ഒപ്പിട്ടിട്ടുണ്ടോ? ഏതെങ്കിലും തുടർ നടപടി സ്വീകരിച്ചിട്ടുണ്ടോ? ഈ ദിവസം UDF കൺവീനർ തന്നെ ഇന്നലെ പറഞ്ഞതാണ് അതിന് തെളിവ്. എന്റെ ക്വസ്റ്റ്യൻ ഉത്തരം പറ. ശരി, നിങ്ങളൊന്നും സ്വീകരിച്ചിട്ടില്ല. PMCയുടെ കാര്യത്തിൽ കോൺഗ്രസിന്റെ നിലപാടെന്താ? അത് പറ. വേണോ വേണ്ടയോ? ഞാൻ പറഞ്ഞല്ലോ, ഞാൻ 2-3 തവണ നടപ്പാക്കണോ വേണ്ടയോ പറഞ്ഞു. നടപ്പാക്കണോ വേണ്ടയോ? അത് ശരിയാണോ തെറ്റാണോ? അതാണ് അദ്ദേഹം ചോദിക്കുന്നത്. PMC വേണോ വേണ്ടയോ? കോൺഗ്രസിന്റെ സ്റ്റാൻഡ് എന്താ? ഞാൻ പറഞ്ഞത് കേന്ദ്ര സർക്കാരിന്റെ വിദ്യാഭ്യാസ നയങ്ങളെ നഖശികാന്തം എതിർക്കുന്ന സമീപനമാണ് കോൺഗ്രസ് സ്വീകരിച്ചിട്ടുള്ളത്. ആ നിലപാടാണ് ഞാൻ ഇതിൽ കൂടുതൽ അതിരിക്കട്ടെ. PMCയുടെ കാര്യം പറ. PMC വിദ്യാഭ്യാസ നയത്തിന്റെ ഭാഗമായി വരുന്ന വസ്തുതയല്ലേ? അങ്ങേക്ക് അറിവുള്ളതല്ലേ? ആയിക്കോട്ടെ. PMC വേണോ വേണ്ടയോ? അങ്ങയുടെ സർക്കാർ അതിൽ MOയിൽ സൈൻ ചെയ്ത് കഴിഞ്ഞിരുന്നല്ലോ. ഇനിയിപ്പോ വേണോ വേണ്ടയോ എന്ന് ചർച്ച ചെയ്തിട്ട് അതിൽ സാങ്കത്യമുണ്ടോ? കോൺഗ്രസിന്റെ നിലപാടാണ് ചോദിച്ചത്. PMC വിഷയത്തിൽ കേരളത്തിന് വേണ്ടി മുൻ സർക്കാരിന്റെ കാലഘട്ടത്തിൽ പോയി സൈൻ ചെയ്തു. വേണോ വേണ്ടയോ എന്ന് കൃത്യമായ അതായത് നമുക്ക് വേണ്ടത് ഉത്തരവാണ്. PMC ഈ രാജ്യത്ത് ഒപ്പിട്ട് അതിന്റെ പൈസയും വാങ്ങിച്ച് സ്കൂൾ ലിസ്റ്റ് സെലക്ട് ചെയ്ത് കൊടുത്ത് അതിന്റെ വിദ്യാഭ്യാസ പദ്ധതി നടപ്പിലാക്കിയിട്ട് ഈ കേരളത്തിലെ മൈനോറിറ്റിയെ LDFനെതിരായിട്ട് തിരിക്കാൻ വേണ്ടി മാത്രം ഇത് പിണറായി വിജയനും നരേന്ദ്രമോദിയും തമ്മിലുള്ള അഡ്ജസ്റ്റ്മെന്റിന്റെ ഭാഗമായി ഇതാ കേരളത്തിലെ വിദ്യാഭ്യാസ പദ്ധതിയെ നരേന്ദ്രമോദിക്ക് അടിയറ വെച്ചിരിക്കുന്നു. എന്നിട്ട് KM ഷാജി പ്രസംഗിക്കുക, കേന്ദ്ര വിദ്യാഭ്യാസ പദ്ധതിയിൽ നിന്ന് ഇറക്കിവിട്ട മഹാത്മാഗാന്ധിയെയും അംബേദ്കറെയും ഞങ്ങൾ ഇതാ തിരിച്ചു കൊണ്ടുവരും, UDF അധികാരത്തിൽ വന്നാൽ തിരിച്ചു കൊണ്ടുവരും, ഞങ്ങൾ ഈ കരാറെടുത്ത് അറബിക്കടലിന്റെ അഗാധതയിൽ വലിച്ചെറിയുമെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ചോദിച്ചോ പറയുക ഞാൻ ആലങ്കാരികമായിട്ടാണ് പറഞ്ഞത്. ആലങ്കാരികമായിട്ടാണ് പറഞ്ഞാൽ അതിന്റെ വാച്യാർത്ഥം എന്താ? ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ഇത് നിർത്തലാക്കുമെന്നല്ലേ? അതിന് പകരം LDF കത്ത് കൊടുത്ത് ഒരു കാര്യം മുന്നോട്ട് നീക്കാതെ, അതായത് ഇതിന് 7 അടിസ്ഥാന വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യണം, സ്കൂളുകൾ സെലക്ട് ചെയ്യണം, ഇത് RBIയുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കണം, AGയുടെ ഓഡിറ്റ് ജനറലിന്റെ കത്ത് വേണം, അപ്രൂവൽ വേണം. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കിടക്കുമ്പോൾ ഒരു കാര്യം പോലും ഒരു സെന്റിമീറ്റർ മുന്നോട്ട് നീക്കാതെ അത് ഒപ്പിട്ടതിന് ശേഷം LDFനകത്തും CPMനകത്തും അത് ചർച്ചയായി വന്നപ്പോ വിദ്യാഭ്യാസ മന്ത്രിയെ കൊണ്ട് വീണ്ടും കത്ത് കൊടുപ്പിച്ച് ഞങ്ങൾ അത് ഫ്രീസ് ചെയ്തിരിക്കുന്നു, ഞങ്ങൾക്ക് ഇത് തുടരാൻ താല്പര്യമില്ല എന്ന് പറയുകയും ഇതിന്റെ നടപടിക്രമങ്ങൾ ഒന്നും ചെയ്യാതിരിക്കുകയും ചെയ്ത LDFനെ കുറിച്ച് നിങ്ങൾ പറഞ്ഞ ആക്ഷേപം മുഴുവൻ പിൻവലിച്ച് മാപ്പ് പറയണമെന്നാണ് ഞാൻ എന്റെ ചർച്ചയിൽ പറഞ്ഞത്. അതോടൊപ്പം
കോൺഗ്രസിന്റെ സ്റ്റാൻഡ് പറയണം PMC. നിങ്ങൾക്ക് യോജിപ്പില്ലെങ്കിൽ എന്തിന് നിങ്ങൾ അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ ഒപ്പിട്ട് പണം വാങ്ങിക്കുന്നു? നിങ്ങൾക്ക് യോജിപ്പുണ്ടെങ്കിൽ എന്തിന് അത് തുറന്നു പറയാൻ മടിക്കുന്നു? ഇനി നിങ്ങൾക്ക് യോജിപ്പുണ്ടെങ്കിൽ LDF-നെ എന്തിന് ആക്ഷേപിച്ചു? ഇതാണ് അതിൽ കാര്യം. ഇനി രണ്ടാമത്തെ പോയിന്റ് ജയചന്ദ്രൻ മാഷ് പറഞ്ഞെടുത്ത് നിന്ന് ഞാൻ ആരംഭിക്കുകയാണ്. അതായത് ജയചന്ദ്രൻ മാഷ് പറഞ്ഞത് ഡീലുമായി ബന്ധപ്പെട്ട കാര്യം പറഞ്ഞു. അത് കുറച്ചുകൂടി കൃത്യതപ്പെടുത്തി ഞാൻ പറയാം. അതായത് ഇന്നത്തെ പാർലമെന്റിലെ മറുപടിയിൽ ഇത് ഒപ്പിട്ടില്ലെങ്കിലും കാശ് തരാമെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം BJP-യുടെ അജണ്ട കേരളത്തിൽ BJP ഭരിച്ചില്ലെങ്കിലും നടപ്പിലാക്കുന്ന ഒരു സർക്കാരിനെ അവർക്ക് കിട്ടി. ശ്രീ രജി, അങ്ങക്ക് ഇനി സമയം കിട്ടുമ്പോൾ ഒരു ചോദ്യത്തിനോട് ഉത്തരം പറയണം. വന്ദേമാതരത്തിനകത്ത് MOU ഇല്ലല്ലോ, LDF-ന്റെ ഒരു MOU ഇല്ലല്ലോ വന്ദേമാതരത്തിനകത്ത്. 1937 നിങ്ങളുടെ വർക്കിംഗ് കമ്മിറ്റി, കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി ഇന്ത്യ രാജ്യത്ത് അംഗീകരിച്ചത് വന്ദേമാതരത്തിന്റെ ആദ്യത്തെ 2 പല്ലവി അനുപല്ലവി മാത്രമാണ്. അതിന്റെ ചരണങ്ങൾ പാടാൻ പാടില്ല, അത് ഹിന്ദു വർഗീയതയാണ് എന്ന് പറയുകയും അത് നിരുത്സാഹപ്പെടുത്തുകയും നെഹ്റു ക്ലാരിഫിക്കേഷൻ കൊടുക്കുകയും ചെയ്തൊരു പ്രശ്നത്തിൽ കേരളത്തിൽ 57 EMS വന്നതിന് ശേഷം 2021 പിണറായി സർക്കാർ വരെയുള്ള എല്ലാ സർക്കാരിന്റെയും കാലത്ത് ഒരു വരി പാടിയിട്ടില്ല വന്ദേമാതരം. ആ വന്ദേമാതരം സത്യപ്രതിജ്ഞ ചെയ്തപ്പോ പാടി, അന്നേരം പറഞ്ഞു ഞങ്ങൾ അറിഞ്ഞില്ലെന്ന് പറഞ്ഞു. അത് പച്ചക്കള്ളം. പിന്നെ VD സതീശൻ പറയുന്നുള്ളതുകൊണ്ട് ആൾക്ക് അത്ഭുതമില്ല. രണ്ടാമത് അസംബ്ലിയിൽ അത് പിന്നെ അസംബ്ലി തുടങ്ങുന്ന സമയത്ത് ആ പാട്ട് വന്ദേമാതരം വീണ്ടും ആലപിച്ചു. അത് MOU-ന്റെ അടിസ്ഥാനത്തിലാണോ? അപ്പൊ BJP-യുടെ സ്റ്റേറ്റുകൾ മാത്രം, മറ്റെല്ലാ സ്റ്റേറ്റുകളും അക്കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. BJP-യുടെ സ്റ്റേറ്റുകൾ മാത്രം ഈ ജനഗണമനയ്ക്ക് തുല്യമായിട്ട് വന്ദേമാതരം അംഗീകരിച്ചു. അത് നിങ്ങൾ നടപ്പിലാക്കുന്നു. 19 സെനറ്റർമാരെ MG യൂണിവേഴ്സിറ്റിയിൽ BJP ഇംപ്ലിമെന്റ് അവര് പോസ്റ്റ് ചെയ്തു. അതിനകത്ത് MOU ഉണ്ടായിരുന്നോ? ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് സെക്രട്ടറി RSS-ന്റെ പ്രചാരണ ലേഖനം എഴുതുന്ന ആളാ. അങ്ങനെ ഒരാളെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് സെക്രട്ടറി ആയിട്ട് നിയമിക്കുന്നതിൽ MOU ഉണ്ടായിരുന്നോ? ഇല്ലല്ലോ. അപ്പൊ എന്തിന്റെ പേരിലാണ് നിങ്ങളെ ആക്ഷേപം ഉന്നയിക്കുന്നത്? ഇനി നേരത്തെ ഇവിടെ ഭക്ഷണ പദാർത്ഥം നമ്മുടെ സ്കൂൾ കുട്ടികൾക്കുള്ള ആഹാരം നിർത്തലാക്കി 2 കറി മതിയെന്ന് ജയചന്ദ്രൻ സാർ പറഞ്ഞു. അതിനകത്ത് ഒരു വനിതാ മന്ത്രിയുടെ പ്രസംഗം ഓർമ്മയുണ്ടോ? ഞങ്ങളുടെ ശോഭന ചേച്ചിയുടെ ചെറുമകനാണ് ബിർണാണിയെ കുറിച്ച് പിന്നെ കമന്റ് ചെയ്തിരിക്കുന്നത്. ഏത് ചേച്ചിയായിരുന്നു അഞ്ജുഷാദ്? ഞങ്ങളുടെ കൊല്ലത്തെ ചവറയിലെ ശോഭന ചേച്ചിയുടെ കൊച്ചുമോഹൻ. ബിർണാണി. ആ ബിർണാണി കഴിച്ച കൊച്ചുണ്ടല്ലോ, ആ കൊച്ചിനെ കുറിച്ച് പറഞ്ഞത് ഞങ്ങളുടെ പിന്നെ ചേച്ചിയുടെ കൊച്ചുമോനാണെന്നല്ലേ? ആ കൊച്ചിന്റെ വായിൽ മണ്ണ് വാരിയിട്ട് കൊടുത്തില്ലേ എന്റെ രജി? അതായത് ബിരിയാണി കഴിച്ചുകൊണ്ടിരുന്ന കൊച്ചുങ്ങൾക്ക് ചോറുമില്ല, കറിയില്ല, കിഴക്കുന്ന് വന്നതുമില്ല, ഒറ്റാലി കടന്നതുമില്ല. ഈ പാവപ്പെട്ട കുട്ടികളെയൊക്കെ ഇങ്ങനെ പറ്റിക്കാവോ? മൂകാംബികയിൽ ബസ്സിൽ കയറി പോകാൻ തീരുമാനിച്ച് മരുമകളുടെ വീട്ടിൽ പോകാൻ തീരുമാനിച്ച അമ്മച്ചിമാരെടുക്കല് സിറ്റി ഫാസ്റ്റ് എന്നും പറഞ്ഞ് ബസ്സിൽ പോസ്റ്റെല്ലാം ഒട്ടിച്ച് സകല ഓർഡിനറി സിറ്റി ഫാസ്റ്റ് ആക്കി മാറ്റി 5-6 ടയറ് കേടായ ഓർഡിനറി മാത്രം കൊടുത്തിട്ട് അവരെ പറ്റിക്കാവോ? 35 ലക്ഷം മനുഷ്യർക്ക് 1000 രൂപ വീതം കൊടുത്തുകൊണ്ടിരുന്നത് ഇല്ലാതാക്കിയിട്ട് അവരെ പറ്റിക്കാവോ? നമ്മുടെ ന്യൂ ജനറേഷനോട് പറഞ്ഞ് ഇഷ്ടം പോലെ മോഡിഫിക്കേഷൻ നടത്തിക്കൊള്ളാൻ പറഞ്ഞ് വാഹനങ്ങൾക്ക്, എന്നിട്ട് പറഞ്ഞു സീറ്റ് കവർ മാത്രം പിടിപ്പിച്ചോളാൻ പറഞ്ഞ് 5 കോടി രൂപ അവരിൽ നിന്ന് പിരിച്ചെടുത്ത് അവരെ പറ്റിക്കാവോ? ഇങ്ങനെ LDF-നെതിരായിട്ട് എന്തൊക്കെ ആക്ഷേപം ഉന്നയിച്ചോ അതെല്ലാം ഇപ്പൊ നിങ്ങൾക്ക് തിരിച്ചടിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതല്ലേ യാഥാർത്ഥ്യം? അതെ. അപ്പോ ഇതിനകത്ത് കൃത്യമായിട്ട് നിങ്ങൾ മറുപടി പറഞ്ഞേ മതിയാവൂ. അതുകൊണ്ട് നിങ്ങൾ മാപ്പ് പറഞ്ഞാൽ മതിയാവും, അല്ലാതെ വേറെ മാർഗമൊന്നും ഇതിനകത്തില്ല.